ബിരിയാണി ഉള്ള കാരണം ഞാൻ പൊരിക്കടി ഒന്നും ഉണ്ടാക്കിയിട്ടില്ല. എന്താ വെച്ചാല് നമ്മള് പൊരിക്കടി തിന്നു കഴിഞ്ഞാല് ബിരിയാണി മസാല കണ്ട് നല്ല ഹലോ ഗൈസ്, അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. സ്വാഗതം. അപ്പൊ ഇന്ന് നോമ്പ് എത്രയാണ്? ഓക്കെ, ഒന്നാമത്തെ വീഡിയോ എടുക്കാൻ പറ്റിയില്ല, രണ്ടാം നോമ്പിന്റെയാണ് എടുക്കുന്നത്. അപ്പൊ ഇന്നത്തെ വീഡിയോ കുറച്ച് വിശേഷങ്ങളും അതെ, ഫുഡൊക്കെ സ്പെഷ്യൽ ഐറ്റംസ് ആണ്, അത് കാണിച്ചു തരാം. മാളു സ്പെഷ്യൽ ആണ്. അപ്പൊ എല്ലാരും വീഡിയോയിലേക്ക് സ്വാഗതം കേട്ടോ. ചാനലൊക്കെ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യുക, ആദ്യം കാണുന്നവര് സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ സ്കിപ്പ് ചെയ്യരുത്. അതെ, നമ്മളെ വിഭവങ്ങളും ഞങ്ങളെ നോമ്പുതുറന്റെ വിശേഷങ്ങളൊക്കെ കാണാം. അപ്പൊ നമ്മുടെ കൊച്ചു നോമ്പുതുറന്റെ കാര്യങ്ങളും വിശേഷങ്ങളൊക്കെ ഈ വീഡിയോ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. എങ്ങനെയുണ്ട് നമുക്ക് നോക്കിയിട്ട് ആരും സ്കിപ്പ് ചെയ്യേണ്ട, തീരാൻ നഷ്ടം തന്നെ ആവും അല്ലേ? എല്ലാവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പൊ ആകെ ജഗപൊക നടന്നുകൊണ്ടിരിക്കണേ അല്ലേ? പണി തുടങ്ങാൻ വൈകില്ലേ? വേറെ ഓത്ത് തുടങ്ങിയാണ് ഇന്നലെ. ഇന്ന് നമ്മളിന്ന് ചെമ്മീനായിട്ട് ബിരിയാണി ഉണ്ടാകും. ഇന്നലെ ഇപ്പൊ ചെമ്മീൻ കൊടുക്കുന്നു. അപ്പോൾ ഇന്ന് ചെമ്മീനായിട്ട് ബിരിയാണിയാണ്. അപ്പോൾ ചെമ്മീൻ ഇതോടെ ഫ്രൈ ചെയ്യണേ. പിന്നെ ബിരിയാണിക്കുള്ളതാ ഉള്ളി ഫ്രൈ ചെയ്ത് വെച്ചിട്ടുണ്ട്. ബാക്കിയുള്ളതൊക്കെ ഇവിടെ ഇങ്ങനെ നടന്നുകൊണ്ട് ചോറ് ഇവിടെ ഊറ്റി വെച്ചിക്കണേ. ഇഞ്ചി വെളുത്തുള്ളി ഇവിടെ ചതച്ച് തക്കാളി ഇതാ അരിഞ്ഞ് വെച്ചിക്കണേ. ബാക്കി നമുക്ക് ബിരിയാണി ഉണ്ടാക്കാട്ടാ. ബാക്കി കാണല്ലേ? അപ്പൊ ഇവിടെ ചെമ്മീൻ ഫ്രൈ അടിപൊളി ഫ്രൈ ചെയ്ത് കൊടുക്കണല്ലേ? നല്ല വലിപ്പമുണ്ട് അല്ലേ? ഞാൻ എത്ര വലിപ്പമുള്ള എന്തിനാ കൊണ്ടുവന്നില്ലല്ലോ. പടച്ചോനെ ചേരാൻ എടുക്കണ ചില എന്റെ ഇറക്കി ചെമ്മീൻ കൊടുത്താല് ഇന്ന് നിങ്ങൾ ഇത് കൊണ്ടുവരാൻ പാടും ചെയ്യുന്നുണ്ട്. അങ്ങനെ ഞാൻ അങ്ങനെ ഈ പൊതി ഇങ്ങോട്ട് വെച്ചതും ആരുടെ സാധനം എവിടെ? അതല്ല, ഇതെന്നാ എടുത്ത സാധനം ഇവിടെ? ഞാൻ ഒന്നും എടുത്തിട്ടില്ല, കിട്ടൂല, എടുത്തിട്ടില്ലല്ലോ. എന്റെ മോനെ പാഞ്ഞ് ഞാൻ താഴത്തമ്പേക്ക് പാഞ്ഞ് ബാവാക്കാന്റെ അലയിൽ കൂടി. പിന്നെ മാളവിന്റെ ഒരു കാര്യം എന്താ വെച്ചാൽ ബിരിയാണി വെക്കുമ്പോൾ വിറകടപ്പിൽ തന്നെ വെക്കുള്ളൂ കൂടുതലും. അന്നിവിടെ വിറകൊന്നുമില്ല, ഈ മടലൊക്കെ ഒപ്പിച്ചുകൊണ്ട് വെക്കണേ. വിറകില്ല. വിറകുണ്ടെങ്കിൽ അടുപ്പത്ത് കത്തിച്ചു, വിറകില്ലേ ഗ്യാസ് വെക്കും. ഇന്നിപ്പോ എന്താ ഈ വലിയടുപ്പ് കത്തിച്ച അപ്പൊ അതിക്ക് വലിയ കൊള്ളികളെ കൊള്ളു. ഇതിൽ ചെറിയ കൊള്ളി ഒന്നും കൊള്ളൂല. ചേരിപ്പൊളിയും വെക്കണം അല്ലേ? ചകിരി മേലെ നിർത്തി കൊടുക്കണം. കഴിഞ്ഞു. ഓഹോ മോനോ ചകിരിയാണ് പൊന്നോ, ഒരു 2-3 ചകിരിപ്പൊളിയാണ് മുറ്റത്ത് കിട്ടാണ് മേലെ കയറിയാണ്ട്. അവൻ നെയ്യൊക്കെ പൊട്ടിച്ച് റെഡിയാക്കുന്നുണ്ട്. അതാണ് പ്രശ്നം അല്ലേ? ഇതില് ചൂടായി ഒന്നും ആറിക്കോട്ടെ അല്ലേ? നീ ഇടുന്ന നോക്കാം വളരെ മീൻ കറിയാ. ഫുള്ള് ട്രിപ്പിന് പോകും. പോരാ, 2 ട്രിപ്പം വേഗം ആയിക്കോളൂല്ലേ? ഓക്കെ. ഡ്രൈ മസാല ഇട്ടുണ്ട് അല്ലേ? ചകിരി ഞാൻ എടുത്ത് തരട്ടെ അവിടുന്ന്. അപ്പൊ ബിരിയാണിക്കുള്ള പച്ചത്തിന് ഇഞ്ചിയും പച്ചമുളകൊക്കെ ചതച്ചത് അല്ലേ? അപ്പൊ ഈ മസാല ഇട്ടിട്ടുണ്ട്. അത് നല്ല സ്മെല്ലൊക്കെ കൂടുതലുണ്ടല്ലേ? നല്ല മണം വരുന്നുണ്ട് എണ്ണയിലൊക്കെ ഇടുമ്പോഴേ. സാധനം എല്ലാം വെളുത്തുള്ളി അല്ല, ഒരു കുറയ്ക്ക് മണമുണ്ട്. കുത്തി വരുന്നുണ്ടല്ലോ വെളുത്തുള്ളി. അപ്പൊ നമുക്ക് മറ്റേ വെളുത്തുള്ളികളൊക്കെ വരുന്നത് ഫ്രഷ് നമുക്ക് തരുന്നത്. ഓർമ്മ ഇല്ലാതെ സ്ലൈസ് ഇല്ലാതെ അടുപ്പത്താവുമ്പോ എന്താ സംഭവം പറയുന്നത്? ചെമ്പട്ടി ഫുള്ളായിട്ട് ചൂടാവും. ഗ്യാസിനുള്ള എന്നാൽ ആ ഗ്യാസ് കത്തുന്ന ആ ഭാഗം മാത്രമേ ചൂടാവും. കൊടുക്കാം, മസാല കൊടുക്കുക, കുറച്ച് മഞ്ഞപ്പൊടി അങ്ങനെ ഭാഗത്തിന് തോളിച്ചാ. ഞാൻ എൻ്റെ ഭാഗത്തിന് ഇട്ടാണ് മഞ്ഞപ്പൊടി മുളക് പൊടി.
ഇത്തിരി കുരുമുളക്. നമ്മൾ ചെമ്മീൻ ബിരിയാണി മസാല ഒക്കെ കുറച്ചൊരു ഡിഫറൻറ്റ് ഉണ്ട് തോന്നുന്നുണ്ട് അല്ലേ? ഗരം മസാല. നമുക്ക് ഈ ഫ്രൈ ചെയ്തിട്ട് ഫ്രൈ ചെയ്ത് വെച്ചാൽ ആ ഉള്ളി ആയിക്കിട്ടുണ്ട്. അപ്പോൾ ഉള്ളി തക്കാളി എല്ലാം ഇതിൽ ചേർന്നിട്ടുണ്ട്. നല്ല മസാല ആയി വന്നിട്ടുണ്ട്. നല്ല പരുവത്തിലുള്ള കട്ടിയുള്ള മസാല. ഞാനിങ്ങനെയാണ് വെക്കല്. നിങ്ങളെ രീതിക്ക് പല പലത്തിലും വെക്കല് ബിരിയാണി. അതെ, ഇങ്ങനെ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ലേ? ഓരോരുത്തരുത് ഓരോരോ രീതിയാണ് കാരണം. പക്ഷെ ഇത് അടിപൊളിയല്ല. ചെമ്മീനൊക്കെ റെഡിയുണ്ട്. ചെമ്മീനാണ് ചെയ്യണില്ലേ? ഇത് നമ്മളെ ചിക്കൻ്റെ മൈക്കേ ഭയങ്കര മസാല ഉണ്ടാവില്ല. ചിക്കന് തോനുണ്ടാവുമല്ലോ. ഇതൊന്നും ഡ്രൈ ആയിട്ടാവും. ഡ്രൈ ആയിക്കാൻ ചിക്കനിന്ന് വെള്ളം ഇറങ്ങാണ്ടാവുമല്ലോ. അപ്പൊ ചെമ്മീന് ആ മസാല ഇട്ടിട്ട് കുറച്ച് നാരങ്ങ നീര് പിഴിഞ്ഞ് വെക്കണം. അതെ മതി. മറ്റിക്കൊക്കെ കുറച്ച് ഒഴിച്ചിരിക്കണം. ഇനി ഒന്ന് നന്നായിട്ട് ഇളക്കല്ലേ? ഞാൻ തീ നല്ല കത്തുണ്ട്. സ്വാദിഷ്ടമായ ചെമ്മീൻ ബിരിയാണിക്കുള്ള ചെമ്മീൻ മസാല റെഡി ആയിട്ടുണ്ട്. കുറച്ചിട്ട് വെള്ളം ഒഴിക്കണം ഇത്തിരി. എന്നിട്ടിങ്ങനെ മസാല ആക്കല്ലേ? ചെത്തി ചൂടുവെള്ളം ഒഴിക്കണം. ഞാൻ ചൂടുവെള്ളം ഇല്ലാത്തോണ്ട് ഒന്നാണ് ചൂടായിക്കോളും. ഒന്നാണ് ചൂടായിക്കോളും അല്ലേ? ആ മസാല റെഡി ആയി. അതിന് കുറച്ച് ചപ്പ് പോതീനൊക്കെ ഇട്ടേക്കണേ. കറക്കൊന്ന് കയറ്റി വെച്ചാൽ എന്താ വെച്ചാൽ നല്ല കത്തനുണ്ട്. കരിഞ്ഞ് തരും. ഇപ്പൊ പണിയാവും. പണി ഒരാളെ ഏൽപ്പിച്ചാണ് കേട്ടാ. പൊതുവെ മാള് ബിരിയാണി ഉണ്ടാക്കിയാലും ദമ്മ് ഇടാനും ദമ്മ് പൊട്ടിക്കാനും അല്ലേ ഇന്നെ ഏൽപ്പിക്കലാണ്. ഏതായാലും ഞാൻ അത് നിങ്ങൾ ചെയ്യുമ്പോഴാണ് അതിൻ്റെ ഒരു വൃത്തി. ഞാൻ ചെയ്യുമ്പോൾ നിങ്ങളില്ലാത്തപ്പോൾ ഞാൻ ചെയ്യുമ്പോൾ നല്ലതാണ്. നിങ്ങൾ ഉണ്ടാവുമ്പോൾ ഒരു ലേശം നെയ്യ് വെക്കട്ടെ. ആ വെച്ചോളി. ഞാൻ കുറച്ച് ആദ്യം വെച്ചിക്കണ കുറച്ച് ലേശം ഉരുകിക്കണ സ്പൂൺ ആയിട്ട് എടുക്കല്ലേ? ടീസ്പൂൺ ഇങ്ങനെ വീഡിയോ എടുക്കുമ്പോഴാണ് രസം. ഞാൻ ചെയ്താണ് വീഡിയോ എടുക്കുമ്പോൾ രസമില്ല. അപ്പൊ നിങ്ങള് ഇങ്ങനെ നോമ്പായപ്പോഴേ കുറച്ച് സാധനങ്ങൾ വാങ്ങിക്കുമ്പോ കുറച്ച് സാധനങ്ങളെല്ലാം നല്ല നല്ല സാധനങ്ങളൊക്കെ നോമ്പിനെ നമ്മളിങ്ങനെ പർച്ചേസ് ചെയ്യുള്ളൂ. ഇത് മൊത്തത്തിൽ കാലിയാണ്. ഇപ്പോ മസാല എല്ലാം കോരി മാറ്റിയിട്ടുണ്ട്. ലേശം ചോറ് ഇതിടാൻ പോണേ. ചോറിടാ ലേശം. ഇത് പിന്നെ ഇതാ ഇത് മറ്റേ കോരിയാണോ? സ്റ്റീൽ കോരി? സ്റ്റീൽ കോരി. ഇപ്പൊ ഈ ഇത് നമ്മളെ സ്റ്റാൻഡ് ഇവിടെ അല്ലേ ഇന്നലെ ആരും ഇല്ലല്ലേ. അപ്പൊ ഇങ്ങോട്ട് വെച്ചിട്ടാ. മല്ലിയില ഇട്ടങ്ങള് കേട്ടാ. മസാല ഇട്ടിട്ടുണ്ട്. ഓക്കെ, ഇനി കുറച്ച് മല്ലിയില നന്നായാ മതിയെന്ന്. അടുത്തൊന്നും ഉണ്ടാക്കിയില്ലേ ചെമ്മീൻ ബിരിയാണി? സ്മെല്ല് തന്നെ അടിപൊളിയാണ്. വേറെ ഒന്നും നോക്കേണ്ട കാര്യമില്ല. നീ ചോറുതാ. അപ്പോൾ ഒരു ലെയർ ഇട്ടിട്ട് വീണ്ടും ചോറിട്ടുണ്ട്. ലേശം അവിടെ നോട്ടെ എൻ്റെ പണിയിട്ട്. അപ്പോൾ വീണ്ടും നമ്മൾ ഇഷ്ടം തട്ടി കൂട്ടിയാണ്ട് ഇനി വീണ്ടും ലേശം ഫുള്ള് ഇടില്ലേ? ഈ ചെമ്മീൻ മസാല ഒക്കെ ഉണ്ട് ഫുള്ള്. അപ്പം നോമ്പായതാണ് ഒരു വൈകി. അല്ലെങ്കിൽ ഞാൻ ലാസ്റ്റ് ഈ ഇതിലെ മസാല ഞാൻ ചിന്തിച്ച് ഇതിപ്പോ എന്തിനാ മാറ്റിച്ചിങ്ങനെ തിന്നാനായിട്ടാണോ എന്ന് ചോദിക്കാൻ നിന്നേനെ. ഇപ്പൊ ചോദിക്കണേൽ അർത്ഥമില്ലല്ലോ. കാരണം ഇവിടെ നീ എല്ലാവരും ഉള്ളതുകൊണ്ട് പറ്റൂല. അല്ല ആ ഫുള്ള് ഇടണ. മേലിട്ട് കൊടുക്ക കുറച്ച്. ഗ്യാസിലും മല്ലിയില ഇവിടെ ഇട്ടിട്ടുണ്ട്. എന്നിട്ട് ഈ ചോറിട്ടാണ്. ചോറ് ജസ്റ്റ് അതിന്റെ മേലേക്ക് വീണ്ടും തട്ടാണ്. ഈ കോരിയുടെ ഫുള്ള്. അപ്പൊ തനി നാടൻ കൊഞ്ചി ബിരിയാണി എന്ന് പറയും. നമ്മളെ നാട്ടിൽ മലപ്പുറത്ത് പറയല്
ചെമ്മീൻ ബിരിയാണി കൈമ വെച്ച് കണ്ടാവുന്ന മേടിക്കാളിട്ടാ കൈമ വെച്ച് കണ്ട് അയ്യമ്മ വേടണ്ട ചെമ്പട്ടിമ മേട ആ മതി പറ്റി നമ്മള് ജസ്റ്റ് ഒന്ന് കുറച്ചും കൂടി മേലെ ജസ്റ്റ് അത് ചൂടാക്കാൻ മറന്നുപോയി അത് കുറച്ചിങ്ങനെ കോരിങ്ങനെ ചൂടായിക്കോളും പോരാ നോക്കാം ആ മതി ഞാൻ ഇങ്ങനെ അലിഞ്ഞാട് താഴത്തേക്ക് പൊയ്ക്കോളും പിന്നെ ആ ബാക്കിയുള്ള ഇല ജസ്റ്റ് ഒരു ഭംഗിക്ക് വേണ്ടിയിട്ട് ഇനി മേലെ വെച്ചിട്ടുണ്ട് കാണാൻ ഇതിൻ്റെ കൂടെ പിടിച്ചു നോക്കാം കാണാൻ എങ്ങനെ ഉണ്ടെന്ന് അടിപൊളി അടിപൊളിയല്ലേ അപ്പം എവിടെയെന്ന് മോനോ കിടക്കേന്ന് അസറ സ്കെച്ചാ മൂടി വെച്ചിട്ടുണ്ട് സ്കെച്ചാ വെറുതെ പറയാ എന്നാ പോയി സ്കെച്ച് അടുപ്പത്ത് വെക്കട്ടെ ആ അടുപ്പത്തെ ചാളി വലിയ കണലും അതിന്റെ ആ കണലിട്ട് കോരണം അതിന് പോരണ അഴിഞ്ഞെടുക്കാൻ ആ പ്ലേറ്റ് ചൂടാവാ പറഞ്ഞേ പെട്ടാളി കുയ്യിലപ്പം ചട്ടിയാണ് കുജ്ജലപ്പം അത് ഫുള്ള് കഴിഞ്ഞിട്ട് കോരിക്കാം എന്നിട്ട് അതിന് മേലെ ഇട്ടാളി എന്നാലേ ആ അടി ചൂട് വല്ലാതാവും ഞാൻ എടുക്കണം കൈ കൈ ചൂടാണ്ടി അങ്ങനല്ല ഉള്ളു ആ അങ്ങനെ കോരി 90 കോരലെ പെണ്ണുങ്ങളാണ് അതാണ് നിങ്ങൾക്ക് ശീലമില്ലാത്ത എടുത്തോളി ഞാൻ അടുപ്പത്തേക്ക് തന്നെ ആക്കി എടുത്ത പടി മുഴുവനാക്കി ആ അങ്ങനെ പിടിച്ചോളി ഇരിക്കട്ടെ അവിടെ നമുക്കൊരു 7 മണി 7:30 8 മണിക്ക് വരാം അല്ലേ 8 മണിക്ക് ചോറുന്നുള്ളൂ കേട്ടാ അറിയോ ഓക്കെ അറിയില്ല അപ്പൊ സ്വാദിഷ്ടമായ ചെമ്മീൻ ബിരിയാണി മക്കളെ ഇവിടെ തയ്യാറായിട്ടുണ്ട് തിന്നോക്കുമ്പോ അറിയുള്ളൂ കേട്ടാ തിന്നൊക്കെ ഒന്നും നോക്കണ്ട ഓക്കെ എന്തെങ്കിലും ഇനി അടുത്ത പണി ഇന്നത്തെ ഐറ്റംസ് ഇന്നലെ കുറച്ച് തോന്നുന്നുണ്ടായിരുന്നു പക്ഷേ വീഡിയോ എടുക്കാൻ പറ്റില്ല പിന്നെ നമുക്ക് ഇന്നലെ പൈനാപ്പിൾ ജ്യൂസ് ചെയ്യുന്നുണ്ടാക്കി കേട്ടാ അപ്പൊ ഇന്ന് ഞങ്ങള് ഇതാ നന്നാരി സർവത്തിന്റെ ഒരു പൈനാപ്പിളിന്റെ ബാക്കി ചെത്തിക്കൂടെ അല്ലല്ലേ പിന്നെ ഐറ്റംസുകളൊക്കെ എന്തൊക്കെയെന്ന് കമന്റ് ചെയ്യും ഞങ്ങൾ ഐറ്റംസുകളിതാ ഇത് ബിരിയാണി അപ്പൊ അതിൻ്റെ ഇടയിൽ ഫോണൊന്ന് ചാർജ് ചെയ്ത് നിസ്കരിക്കാനൊക്കെ പോയി ചെറുതായിട്ടൊന്ന് കണ്ണ് ചെമ്മി ഉറങ്ങി ആ നിസ്കാരക്കുപ്പായത്തിൽ ഇന്നാണ് ഉറക്കം തൂങ്ങിയാണ് ഇക്കോളി ഇവിടുന്ന് ഇത് പൊട്ടിച്ചിട്ട് എന്താ എങ്ങനെയുണ്ട് നോക്കട്ടെ ഇതാ നന്നാറി പോയി വാങ്ങിയതാണ് അപ്പൊ നമ്മളിതാ അതിൽ ഒഴിച്ചു നോക്കട്ടോ ഒറിജിനലാണോ എങ്ങനെ ഷുഗർ സിറപ്പാണോ പറയാം ഷുഗർ തന്നെയാണ് പക്ഷെ എന്നാലും കുഴപ്പമില്ല സ്മെല്ലൊക്കെ അപ്പൊ ഫ്രൂട്ട്സ് ഒക്കെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് നന്നാരി സർവ്വ കലക്കിക്കൊണ്ട് കണ്ടാ അല്ലേ സ്ഥലത്ത് എന്താ പാടൊക്കെ കേട്ടോ നിങ്ങളൊരു വത്തക്ക കഷ്ണം തീക്ക് ചാടി നോക്കട്ടെ വേറെ ഇതില് കയറുമോ ഇനി കുറച്ച് സാധാ വെള്ളം ഒഴിച്ചാൽ മതി വെള്ളം മതിയാ അപ്പൊ അത് നോമ്പില്ലേ ആ കുഴപ്പമില്ല എന്നാലും അപ്പൊ നന്നാരി സർവത്ത് റെഡി ആയിട്ടുണ്ട് ഫ്രൂട്ട്സ് റെഡി ആയിട്ടുണ്ട് ചിക്കൻ ബിരിയാണി ദമ്മ് പൊട്ടിക്കാതെ ഞാനിത് ഇവിടെ ഇരിക്കുന്നുണ്ട് അല്ല സോറി കൊഞ്ച് ബിരിയാണി ചെമ്മീൻ ബിരിയാണി അപ്പൊ നോമ്പറക്ക ഞാൻ അധികം അടിപൊളി ആ അതെ നല്ല ടേസ്റ്റ് ആയിരുന്നു അപ്പൊ നോമ്പറക്ക ഞാൻ അധികം സമയമൊന്നുമില്ല കുട്ടിമാനൊക്കെ വന്നു നോക്കണ്ട അയക്കണാന്ന് ആ സോഡ അത് സാധനങ്ങൾ കൊണ്ടാക്കല്ലേ ഓക്കെ അപ്പൊ ബിരിയാണി മാള് ദമ്മ പൊട്ടിച്ചിട്ടുണ്ട് മാള് പൊട്ടിച്ചിട്ടില്ല ഇതിന്റെ മേലതൊക്കെ ഇവിടെ അത് ഞാൻ അടുത്തിച്ച് അതിനാണ് ദമ്മ പൊട്ടിച്ച് പറയാ ഇത് കണ്ടില്ല നിങ്ങള് ആവി പറക്കണേ ചെമ്മീൻ ബിരിയാണി കേട്ടാ മസാല ഒക്കെ ഉണ്ട് നല്ല അടിപൊളിയായിട്ട് ഇതിന് സംഭവം ചിക്കൻ ഫ്രൈ ഒക്കെ വേണം സെറ്റ് വേണ്ട മീനും ഇറച്ചിയും കൂടി തിന്നാൻ പാടില്ല
അത് എന്താണ് അത് ഉണ്ടാക്കി തന്നെ മീനിറച്ചി നമ്മൾ തിന്നാനേ പാടില്ല, ഏതെങ്കിലും ഒന്ന്. ഇനി പ്ലേറ്റുകൾക്ക് വിളമ്പുക. എങ്ങനെയുണ്ടെങ്കിൽ തിന്നു നോക്കുമ്പോൾ അറിയാം. ഇങ്ങനെ എന്നിട്ട് ഇട്ടതിന് ശേഷം സർവത്ത് ബിരിയാണി ഉള്ള കാരണം ഞാൻ പൊരിക്കടി ഒന്നും ഉണ്ടാക്കിയിട്ടില്ല. എന്താ വെച്ചാല് നമ്മള് പൊരിക്കടി തിന്നു കഴിഞ്ഞാല് ബിരിയാണി തിന്നൂല, അങ്ങനെ ഉണ്ട്. പിന്നെ പോവില്ല. ഇന്നലെ തന്നെ ഉണ്ട് നമ്മള്. അപ്പൊ ഞാൻ ജസ്റ്റ് കൊണ്ടാക്കിട്ട് കൊടുക്കട്ടെ. അപ്പൊ സെറ്റ് ആക്കിക്കോളി. ഓക്കെ, കുട്ടിമാ തുണി എടുത്തൊക്കെ കണ്ടീ ഞങ്ങള്. ഇതാ നോമ്പൻ കള്ളൻ. ആ പറയും. അപ്പൊ ഒഴിച്ച് ഇന്ന് മോൾട്ടിന് നോമ്പറക്കാന് അല്ലേ? എത്ര നോമ്പുണ്ട് മോൾട്ടിയാ? ഇന്ന് ഹാഫ് നോമ്പാണ്. ഇവിടെ ഇന്നലെ ഹാഫ് ആയിന്ന്, ഇന്ന് ഫുള്ളായി. ഇന്ന് 6ആണല്ലേ? അപ്പൊ വേണമെങ്കിൽ കഴിക്കാതെ വെള്ളം അച്ചാറുണ്ട്, ഞാൻ കൊണ്ടുവരാം, ഞാൻ എടുത്തുതരാം. അപ്പോൾ നോമ്പൊക്കെ തുറന്ന് ഇനിയിപ്പോൾ എല്ലാവരും ചോറെന്നുള്ള പരിപാടിയാണ് അല്ലേ? നന്നായി എങ്ങനെയുണ്ട് കുടിച്ചിട്ട്? കുറച്ചും കൂടി നന്നായി ഒഴിക്കണ്ടേ ഇതിലോട്ട് മേനെ? അതാണ് സംഭവം. കുറച്ച് കുട്ടിക്ക് ഇട്ട് കൊടുത്താ അതാ എങ്ങനെയുണ്ട് ചോറ് നാവല്ലേ? ബിരിയാണി മസാല എനിക്ക് കുട്ടിയെടുത്ത് നോക്കാം, എങ്ങനെയുണ്ട് നോക്കാം. പോരാ, ടോപ്പാണല്ലോ ആണോ? അതെങ്ങനെ മോശം വരുമോ? ഇവന് ചെമ്മീൻ ബിരിയാണി പറ്റൂല, അല്ല ബിരിയാണിയെ പറ്റൂലല്ലേ? പറ്റൂല. എന്താ വെച്ചാൽ വൈകുന്നേരം വരെ അതും ഇതൊക്കെ ഇങ്ങനെ തിന്നോണ്ടാണ്, വേറെ ഒന്നും ഉണ്ടായിട്ടല്ല. എനിക്ക് ഞാൻ പഠിപ്പിക്കണം. ചെമ്മീൻ മാത്രം തിന്നാൻ പറ്റൂല. തിന്നൂട് താത്ത, താത്ത കൊത്തി കൊത്തി തിന്നോളൂ, അതാണ് മെല്ലെ മെല്ലെ തിന്നോളൂ. ബിരിയാണി അൾബിക്കോളി കൂട്ടുന്നിട്ടാ. മോന് വേണ്ട, പൊന്നു വേണ്ട. മോന് ചെമ്മീൻ ബിരിയാണി വേണ്ടല്ലേ, ചെമ്മീൻ വേണം തന്നെ. അത് നടക്കൂല, ചോറില്ല ചെമ്മീൻ കൊടുക്കൂല. ചോറ് വാരി തെറ്റേ, വാരി തെറ്റേ. പോയി കളിച്ചോ, പോയി കളിച്ചോ. ഹലോ, എന്താ മോനെ രസമുണ്ടോ ബിരിയാണി? പൊന്നെ രസമുണ്ടടി മോട്ടിയ? എൻ്റെ അമ്മ ഉണ്ടാക്കുന്ന ടേസ്റ്റ് ഒന്നും ചെയ്യട്ടെ, അപ്പോൾ അമ്മ അടിപൊളിയായി ബിരിയാണി ഉണ്ടാക്കും. സത്യം പറഞ്ഞാലേ ഉള്ളത് പറയാലോ, പറയണൊന്നും വിചാരിക്കരുത്. വിചാരിക്കുവോ? എന്താ കാര്യം പറ, കാര്യം പറയാനുള്ള നമ്മൾ തുറന്നു പറയണല്ലോ. ഞാൻ ശരിക്കും ഈ ബിരിയാണിനെ കുറിച്ച്, ഈ ചെമ്മീൻ ബിരിയാണിയെ കുറിച്ച് ഇത് നല്ലതല്ലെങ്കിലും നന്നെന്ന് പറയാൻ ഉദ്ദേശിക്കുന്നത്. കാരണം എന്താ വെച്ചാൽ നോമ്പൊക്കെ നോക്കി കഷ്ടപ്പെട്ട് ഉണ്ടാക്കിയതാണിത്. പക്ഷെ എന്റെ കണക്ക് കൂട്ടരെല്ലാം തെറ്റിച്ചറിഞ്ഞു. ഇത് ശരിക്കും അടിപൊളിയാണ്, സൂപ്പർ. ഞാൻ പിച്ചിന ഓരോ ചെമ്മീനും ഉപ്പനാ തിന്നത്. ഇതേ കുടുത്തം വിട്ടുപോയി മോനെ, സത്യം പറയാ അടിപൊളി. എന്നാ പിന്നെ ഞങ്ങള് ചോറ് എന്നിട്ടേ. അപ്പൊ ഇന്നത്തെ വീഡിയോ വൈൻഡ് പേയില്ല, ഇപ്പൊ വൈൻഡ് പേയില്ല വീഡിയോ. അപ്പൊ ഞങ്ങൾ നാളത്തെ വിഷയമായിട്ട് നാളെ നല്ല അടിപൊളി വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും. അതുവരെയൊക്കെ എല്ലാവർക്കും നാളെ എല്ലാവർക്കും ബൈ ബൈ. നാളെ പുതിയ വീഡിയോ വരുന്നവരെല്ലാവർക്കും ബൈ ബൈ. പരമാവധി ഷെയർ ചെയ്യട്ടെ മക്കളെ.